VD സതീശനാണ് ഭരിക്കുന്നത്. പക്ഷേ ഫുൾ സംഖ്യമയം. അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ അല്ലേ? കാരണം പണ്ടെങ്ങാണ്ട് ഏതൊരു സംഖ്യയുടെ മുമ്പിൽ ഇങ്ങനെ കുനിഞ്ഞു നിന്ന ഒരു ഫോട്ടോ ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതുകൊണ്ട് ഫുൾ സംഖ്യമയം എന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് ഒരു വാർത്ത കേൾപ്പിക്കാം. ഇതാ കണ്ടോക്ക്. നിങ്ങൾക്കിത് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. കഴിഞ്ഞിട്ട് ഞാൻ പറയാമേ. കാർഷിക സർവകലാശാലയിലും പിടിമുറുക്കാൻ ഗവർണർ. VCI BJP അധ്യാപക സംഘടന നേതാവ് ഡോക്ടർ സജിത റാണി പരിഗണനയിൽ. കൈയടിക്കണം അല്ലേ? എല്ലാ കോൺഗ്രസ്സുകാരും ഏറ്റവും പ്രത്യേകിച്ച് കൈയടിക്കേണ്ടത് ഇവിടുത്തെ ലീഗാണ് കേട്ടോ, മുസ്ലിം ലീഗുകാരാണ്. സംഘികൾക്കെതിരെ ഘോരം പ്രസംഗിച്ചിരുന്ന അവർക്കൊക്കെ ഇപ്പൊ മിണ്ടാട്ടമില്ല. ആ PMC പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടുത്ത് കടലിലെറിയും, അറബിക്കടലിലെറിയും എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാ. രാഷ്ട്രീയപരമായിട്ട് ഇന്ന് എടുക്കേണ്ട തീരുമാനം VD സതീശൻ, ഇനി ആ ഒരു വർഷം കൂടിയുള്ളൂ ഈ പറയുന്ന ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി നിലനിൽക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് LDF എന്താ പറയാ അതിൽ ഒപ്പിട്ടു എന്ന് പറയുന്നത്. ഒപ്പിട്ടത് അതിന് വേണ്ടിയിട്ടില്ല, PMCക്ക് വേണ്ടിയിട്ടല്ല, SAK എന്ന് പറയുന്ന വേറെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്ന കാര്യം ആളുകൾ മുഴുവൻ മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിനുശേഷം പറഞ്ഞത് LDF പറഞ്ഞത് ഈ PMC എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു തരത്തിലും താല്പര്യമില്ല എന്നാണ്. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് താല്പര്യമില്ല എന്നുള്ള ഒരു വാക്കെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് തീരുമാനമാണെന്നേ. കേന്ദ്ര ഗവൺമെന്റ് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇപ്പൊ ഇതേ ചോദ്യമുള്ളൂ. നമ്മുടെ VD സതീശൻ അടക്കമുള്ള ആളുകൾക്ക് ഞങ്ങൾ PMC പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകില്ല, ഈ കേരളത്തിന് വിദ്യാഭ്യാസത്തിൽ ഞങ്ങൾ കാവി കലർത്തില്ല, ഇവിടെ ചരിത്രത്തിൽ ഞങ്ങൾ കാവി കലർത്തില്ല എന്ന് ധൈര്യത്തോടെ നട്ടല്ലോടെ തുറന്നു പറയാൻ ധൈര്യമുണ്ടോ എന്ന് മാത്രമാണ് ചോദിക്കുന്നത്. ഒരംശം പോലും ധൈര്യമില്ല എന്ന് മാത്രമല്ല, ഇത് മുഴുവൻ അവർ കോളമാക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വളരെ രസകരമായി ചിരിച്ചുകൊണ്ടുള്ള വർത്തമാനം കേട്ടോക്കൂ. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചു. നോണ, ഗംഭീര നോണ. എന്തിനു വേണ്ടിയിട്ടാണ് ഒപ്പുവെച്ചെന്ന കാര്യം മനസ്സിലാക്കുന്നില്ല. നമുക്കൊരു ഫണ്ട് കിട്ടാനുണ്ടായിരുന്നു, അത് PMCയുടെ ഫണ്ടല്ല, വേറെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ ഒപ്പുവെച്ചാലേ അത് കിട്ടുള്ളൂ എന്നതിന്റെ ഭാഗമായിട്ടാണ് അതിൽ സൈൻ ചെയ്തതിന് ശേഷം ഈ പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പദ്ധതി ഇനി ഈ പറയുന്ന VD സതീശനൊക്കെ ഒപ്പുവെച്ചാൽ മാത്രമാണ്. അതിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിലെ PMC പദ്ധതി കിട്ടാൻ യോഗ്യമായിട്ടുള്ള സ്കൂളുകളെ എണ്ണം കൊടുക്കണം. ഇത്തരത്തിലുള്ള പ്രൊസീജിയർ ഒന്നും LDF ഗവൺമെന്റ് ചെയ്തിട്ടില്ല. ഇനി അതൊക്കെ ചെയ്യാൻ പോകുന്നത് ഇവിടെയുള്ള VD സതീശനാണ് എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യം. എന്തായാലും ഇനി നമ്മുടെ ഈ ആരോഗ്യമന്ത്രി പറയുന്ന സംഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേൾക്കാം. കേട്ടോക്ക്. ആദ്യ വീതം വാങ്ങി, ഇനി അതിൽ നിന്ന് പിന്മാറാൻ നിവർത്തിയില്ല. അതുകൊണ്ട് ഉപാധികളോടെ നടപ്പാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ക്യാബിനറ്റ് സബ് കമ്മിറ്റിയെ നിയമിച്ചിട്ടുള്ളത് കേന്ദ്രവുമായി ഇക്കാര്യത്തിൽ ഒരു ഞങ്ങളുടെ തീരുമാനത്തിനെ കേന്ദ്രത്തിനെ അറിയിക്കുക. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരായിരിക്കും. ഇത്ര വലിയ സംഭവമായിട്ട് പറയേണ്ട കാര്യമില്ല. പണ്ടും കരിക്കുലം നിശ്ചയിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അധികാരം അത് നമ്മുടെ സർക്കാരിന് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഇളവ് ആൾറെഡി തന്നെ PMC പദ്ധതിയിലുണ്ട്. അത് ഇവരെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ഇവരെന്തോ ഒരു സമരം ചെയ്തിട്ടാണ് ഈ കരിക്കുലം നിശ്ചയിക്കുന്നത് നമ്മുടെ കേരള ഗവൺമെന്റ് ആക്കി മാറ്റുന്നതെന്നുള്ളതാണ്. എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ, പരിപൂർണമായിട്ട് സംഘികൾക്ക് അടിമപ്പെടുക എന്നല്ലാതെ വേറെ ഒന്നും നമുക്കിതിനെ കുറിച്ച് പറയാനില്ല. ഏറ്റവും എന്താ പറയാ അപമാനകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കാണുക തന്നെ വേണം. ഞാനത് കണ്ടിട്ടാകെ ചൂളിപ്പോയി. സംഗതി ഇങ്ങനെയാണ് കേട്ടോ. കാരണം BJPക്കാർ വന്നിട്ട് ഈ നമ്മുടെ മന്ത്രിക്ക് ആശംസകളൊക്കെ നേർന്നിരിക്കുന്നു. നിങ്ങളത് കണ്ടിട്ടില്ല അല്ലേ? ഞാൻ വെച്ചാൽ ഫോട്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത്. എവിടെ? അതാ കണ്ടില്ലേ? എന്താ PMC പദ്ധതി. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന് അഭിനന്ദനവുമായി ABVP നേതാക്കൾ. നാണമുണ്ടോ, ഒരല്പം ഉളുപ്പുണ്ടോ എന്നൊക്കെ ഈ സമയത്ത് നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു മടിയും കൂടാതെ അവരൊക്കെ വിളിച്ചിരുത്തിയിരിക്കുകയാണ്. ഇതിനേക്കാൾ അപമാനകരം എന്ന് പറയാൻ പറ്റുന്നത്, എന്താ പറയാ, നാണക്കേടെന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇതാണ്. എന്ന് നിങ്ങൾ തന്നെ കാണിച്ചാണല്ലോ. ആ PMCയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എടുത്ത സമീപനങ്ങൾ ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ നിലപാട് എന്താ? ഞങ്ങൾ അധികാരത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ PMC പദ്ധതി എടുത്ത് ഞങ്ങൾ
ഏതോ ഒരു തോട്ടിലേക്ക് വലിച്ചെറിയുന്നൊക്കെ പറഞ്ഞ മനുഷ്യനാ. ഏത് തോടാണെന്ന് അദ്ദേഹം മറന്നുപോയെന്ന് എനിക്ക് തോന്നുന്നത്. ആ തോടൊക്കെ ഇദ്ദേഹം ഇപ്പൊ മറന്നുപോയി. ഏത് തോട്ടിലേക്കാണോ ഇനിയിപ്പോൾ ഇദ്ദേഹം അത് എറിയാൻ പോകുന്ന വലിയ പിടുത്തമൊന്നുമില്ല. എന്തായാലും ഒരു തോടിലേക്കും എറിയാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, പരിപൂർണമായിട്ടും സംഖ്യകൾക്ക് അടിമപ്പെടുകയാണ്. ഇനി ഇത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നിലവിലിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി വന്ന് നമ്മളോട് പറയുന്നത് അങ്ങനൊരു കത്ത് കൊടുത്തിട്ടില്ല, നിർബന്ധിതമായി എന്നാണ് പറയുന്നത്. എന്ത് നിർബന്ധിതമാണുള്ളത്? അതാണ് രണ്ടാമത്തെ നുണ. ഞാൻ നുണ എന്ന് പറയുന്ന കാര്യം സത്യമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ, വാസ്തവ വിരുദ്ധമായതുകൊണ്ടാണ്. രണ്ടാമത്തെ നുണ എന്താ? രണ്ടാമത്തെ നുണ നിർബന്ധിതമാണ് എന്ന് മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഉണ്ടോ? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലെ മുഴുവൻ പേജുകളും ഞാൻ അരിച്ചുപറിക്കി നോക്കി. ഇത് ഒരിക്കൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് മാൻഡേറ്ററി, ഇരു പാർട്ടികളും അത് നിർബന്ധമായും അനുസരിച്ചു കൊള്ളണമെന്നല്ല, തിരിച്ചാണുള്ളത്. കേന്ദ്ര സർക്കാരിന് 30 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് വേണമെങ്കിൽ ഈ പദ്ധതി ഒഴിവാക്കാം. എത്ര ദിവസത്തിനുള്ളിൽ ഈ പദ്ധതി ക്യാപ്റ്റൻ അബൈൻസിൽ വെച്ചിരിക്കുന്നത്? ഒക്ടോബർ 23 ഒപ്പിട്ട പദ്ധതി നവംബർ 12 മരവിപ്പിക്കുന്നു. ആകെ കിട്ടിയ ദിവസം എത്രയാ? 19-20 ദിവസം എന്ന് പറഞ്ഞാൽ ഇതിലെ പ്രീ കണ്ടീഷനായി 30 ദിവസം പോലും ആയിട്ടില്ല. ഈ പദ്ധതി മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിന്റെ ലീഗൽ മനസ്സിലാവുന്നുണ്ടാ? ആൾറെഡി ഇവിടെയുള്ള LDF പിണറായി ഗവൺമെന്റ് ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് അതിൽ ആ പണം കിട്ടിയതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ അന്തസ്സായിട്ട് ഇതുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെ പറഞ്ഞുള്ളത്. പക്ഷേ VD സതീശൻ വന്നിരുന്ന് ആ പൂക്കി ചിരിച്ചിട്ട് നുണകളോട് നുണകൾ അങ്ങോട്ട് പറയുകയാണ്. അതിനും പോരാഞ്ഞ് ഇതിനേക്കാൾ അപ്പുറത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ് BJPക്കാരുടെയൊക്കെ അഭിനന്ദനം ഇവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ആരാണ് കെ സുരേന്ദ്രനൊക്കെ വന്ന് പറയുന്നത്, പടച്ചോനെ ഒരു മുസ്ലിം ലീഗ് മന്ത്രിയെ കൊണ്ട് തന്നെ ഇതൊക്കെ ഒപ്പിടിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ്. കണ്ടോക്കി, ഏതാണ്ട് 1,80,000-ഓളം വരുന്ന ട്രൈബൽ കുട്ടികൾക്ക് കേരളത്തിൽ, നിങ്ങൾ ആലോചിക്കണം, പല പട്ടികവർഗ ഇവർക്ക് ഈ സമയത്ത് അവരുടെയൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. അത് പരിശോധിക്കാൻ അവിടെ BJP എടുത്തത്. ഇപ്പോ VD സതീശൻ പറയാണ് നേരത്തെ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാദം ആരെങ്കിലും വിശ്വസിക്കുന്ന വാദമാണോ? കരിക്കുലത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ആരെ പറ്റിക്കാനാണ്? ഒരു പ്രാവശ്യം പറ്റിച്ച മതമൗലികവാദ സംഘടനകളെ, മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, CPI പോലുള്ള അർബൻ നക്സൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരെ വീണ്ടും എങ്ങനെയുണ്ട്? ഇപ്പോ ഇവന്മാരുടെ കയ്യിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണ് നമ്മുടെ VD സതീശൻ അടക്കമുള്ള ആളുകളൊക്കെ ഭരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കോൺഗ്രസ്സുകാർ 104 ചില്ലറ വോട്ടിനൊക്കെ ജയിച്ചു എന്ന് പറഞ്ഞാലും ഇനി കേരളം അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നത് BJPക്കാരായിരിക്കും. കാരണം നമ്മുടെ കരിക്കുലത്തിലേക്കൊക്കെ ആ ഒരു കാവ്യ വേഷം അവർ ശക്തമായി കൊണ്ടുവരാൻ പോവുകയാണ്. അതിന് നിൽക്കേണ്ടി വരുന്നൊരു ഗതികേട് മുസ്ലിം ലീഗ് മന്ത്രിമാർ കൂടി ഉണ്ടാവുകയാണ്. എന്താണ് ഇവർ ഇത്ര കാലം പറഞ്ഞിരുന്നത്? എന്തെങ്കിലും ഒരു പറഞ്ഞ വാക്കിന് ഒരു അല്പസ്വല്പമെങ്കിലും ഒരു ആർജവം ഉണ്ടെങ്കിൽ, അന്തസ്സുണ്ടെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ഞങ്ങളിത് നടപ്പിലാക്കാൻ പോണില്ല എന്നാണ് പറഞ്ഞാൽ പോരെ. ഒന്നും സംഭവിക്കാനില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെന്റ് എന്താണ് ഒപ്പിട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കോടതിയിലും പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. കോടതിയും പറഞ്ഞ കാര്യമാണ് അങ്ങനത്തെ സംഗതിയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ആർക്കൊക്കെയോ കിട്ടിയിരിക്കുന്നു എന്നർത്ഥം. ബൈ.